തെക്ക് മഹിളാ മോർച്ച, വടക്ക് KPCC, ഇടയ്ക്ക് CPM. ഇതാണ് ഇപ്പോൾ കേരളത്തിലെ അവസ്ഥ. CPM സമരത്തിലില്ല, അവരിതിനെയൊക്കെ പ്രതിരോധിക്കാൻ നിൽക്കുകയാണ്. അവരതിൻ്റെ ഇടയ്ക്ക് ചില ആഭ്യന്തര പ്രശ്നങ്ങൾ, ഇപ്പോൾ ആലപ്പുഴയിലെ സുധാകരനുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളൊക്കെ ചെന്നപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് സംസ്ഥാന നേതൃത്വം ഒന്നും ഒരു മറുപടിയും പറഞ്ഞില്ല. ആലപ്പുഴയിലെ പിള്ളേർ കളിയാണ് നിൽക്കുന്നത്. എന്തായാലും ഇന്നലെ കഴിഞ്ഞ ദിവസം യുവമോർച്ചയുടെ വലിയ സമരം തിരുവനന്തപുരത്തുണ്ടായിരുന്നു. അത് ഇന്നിപ്പോൾ മഹിളാ മോർച്ചയുടെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരത്ത് ഉൾപ്പെടെയുള്ള മഹിളാ മോർച്ചകളുടെ സമരം തിരുവനന്തപുരത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം കഴിഞ്ഞ് കാണണം സെക്രട്ടേറിയറ്റ് മാർച്ച് സമരവും. ഇതിനിടയിലാണ് KPCCയുടെ നേതൃത്വത്തിൽ 4 ജാഥകൾ. ഒന്ന് തിരുവനന്തപുരത്ത് അടൂർ പ്രകാശ്, UDFൻ്റെ കൺവീനറുടെ അടൂർ പ്രകാശ് നയിക്കുന്ന ജാഥ രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. വിശ്വാസ സംരക്ഷണ ജാഥയാണ് അത്. വിശ്വാസ സംരക്ഷണ സംഗമം പന്തളത്ത് നടക്കും. ചെങ്ങന്നൂരിലാണ് ജാഥ സമാപിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് പോകുന്ന ജാഥ 2-3 ജില്ലകൾ കടന്ന് ചെങ്ങന്നൂരിലെത്തും. മൂവാറ്റുപുഴയിൽ നിന്ന് മറ്റൊരു ജാഥ, അവിടെ നിന്ന് ഒരു ബെന്നി ബെഹനാൻ MP-യുടെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴയിൽ നിന്നൊരു ജാഥ ചെങ്ങന്നൂരിലേക്ക് വരും. കാസർഗോഡ് നിന്ന് K മുരളീധരൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ജാഥ വരും. വാഹന ജാഥയാണ്, അതുകൊണ്ട് വളരെ വേഗത്തിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി പോകാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പാലക്കാട് നിന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP, എല്ലാം സീനിയർ നേതാക്കളാണ്, MP-മാരും പിന്നെ മുൻ MP-മാരും മുൻ KPCC പ്രസിഡൻറ്റും വളരെ പ്രധാനപ്പെട്ട നേതാക്കളാണ് 4 നേതാക്കൾ നയിക്കുന്നത്. അപ്പോൾ എന്തായാലും വിവിധ ഭാഗങ്ങളിൽ നിന്ന് ചെങ്ങന്നൂരിലെത്തും. ചെങ്ങന്നൂരിൽ ഇത് സമാപിച്ചതിന് ശേഷം നാളെ ചെങ്ങന്നൂരിൽ സമാപിക്കും. മറ്റന്നാൾ ഇതിൻ്റെ വിശ്വാസി സംഗമം വളരെ വലിയ പരിപാടിയാണ് കോൺഗ്രസ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇനി രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ അങ്ങനെ ആരെങ്കിലുമൊക്കെ പങ്കെടുക്കുമെന്ന് നമുക്കറിയില്ല. എന്തായാലും വളരെ വലിയ രീതിയിലാണ് കേരളത്തിൽ വിശ്വാസ സംരക്ഷണ ജാഥകൾ. ഇതിനിടയിൽ ഹിന്ദു ഐക്യവേദി, ഹിന്ദു സംരക്ഷണ വേദി, ശബരിമല സംരക്ഷണ വേദി, ആചാര സംരക്ഷണ വേദി, ക്ഷേത്ര സംരക്ഷണ വേദി സമിതി, ഇങ്ങനെ നിരവധി ആളുകൾ, ഹൈന്ദവ സംഘടനകളുമൊക്കെ ക്ഷേത്രവുമായി ബന്ധപ്പെടുത്തിയ സംഘടനകളും സമരത്തിലാണ്. പക്ഷേ SNDPയും NSSും എന്തുകൊണ്ടോ ഈ സമരം ഏറ്റെടുത്തില്ല. നാമജപ ഘോഷയാത്ര NSS സീരിയസ് ആയിട്ട് ഏറ്റെടുത്തൊരു സമരമായിരുന്നു. പക്ഷേ ഈ വിഷയത്തിൽ NSS അങ്ങനെ കയറി പിടിച്ചില്ല, SNDPയും പിടിച്ചില്ല. അത് മറ്റ് സംഘടനകൾ, പ്രത്യേകിച്ച് പ്രതിപക്ഷത്തുള്ള സംഘടനകൾ, അത് കോൺഗ്രസ് ആയാലും BJP ആയാലും ശക്തമായി സമരം കയറി പിടിച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കൂടി വരുന്നത് കൊണ്ട് സമരത്തിൻ്റെ വീര്യം കൂടും, ആളുകളുടെ എണ്ണം കൂടും. സ്വാഭാവികമായിട്ട് നവംബർ 2ാമത്തെ ആഴ്ച, ഇപ്പോൾ ഒക്ടോബർ പകുതിയാകാൻ പോകുന്നു, നവംബർ 2ാമത്തെ ആഴ്ച പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും. മിക്കവാറും ഡിസംബറിലായിരിക്കും. പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഒരു 40 ദിവസം കാണും. ഡിസംബറിലായിരിക്കും തെരഞ്ഞെടുപ്പ് വരിക. അപ്പോൾ അതിന് മുന്നോടിയായി എല്ലാ പാർട്ടികളെയും ഒന്ന് റെഡിയാക്കി എടുക്കണം. പ്രത്യേകിച്ച് ഓരോ വിഷയങ്ങൾ, ആൻറ്റി ഇൻകംബൻസ് അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരത്തിന് വേണ്ടിയിട്ടുള്ള വിഷയങ്ങൾ കിട്ടിയാൽ അത് തേച്ച് മിനുക്കി എടുക്കേണ്ടത് പ്രതിപക്ഷ പാർട്ടികളുടെ ജോലിയും കൂടെയാണ്. ആ നിലയിലും അവർ രംഗത്തുണ്ട്. എന്തായാലും വിശ്വാസ സംരക്ഷണത്തിൻ്റെ പേരിൽ അയ്യപ്പ സംഗമങ്ങൾ നടത്താൻ RSS സംഘപരിവാർ സംഘടനകൾ ഒരു പരിപാടി നടത്തി കഴിഞ്ഞു പന്തളത്ത് കുളനടയിൽ. ഇപ്പോൾ പന്തളത്തും ചെങ്ങന്നൂരുമായിട്ട് പരിപാടികൾ സംഘടിപ്പിക്കാനാണ് UDF തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും അതിൻ്റെ ചർച്ചകളാണ് ചർച്ചയിൽ അതിൻ്റെ ആക്ടിവിറ്റിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് സമാപിക്കുന്നതോടുകൂടി വീണ്ടും അടുത്ത വിഷയത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട്. എന്തായാലും ഇതിനിടയിൽ കോടതി ഉണ്ണികൃഷ്ണൻ പോറ്റിയായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കേസും വഴക്കുമായിട്ട് കോടതി ഒരു വഴിക്ക് പോകുന്നു. ദേവസ്വം ബോർഡിലെ പഴയ പ്രസിഡന്റുമാരും പുതിയ പ്രസിഡന്റുമാരും ഞാനൊന്നും ചെയ്തിട്ടില്ലേ, ഞാൻ നിരപരാധിയാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നു. പക്ഷേ പലരുടെയും പേരുകൾ വിജിലൻസ് കമ്മീഷണറുടെ, ദേവസ്വം കമ്മീഷണറുടെ, ദേവസ്വം സെക്രട്ടറിയുടെ, ദേവസ്വത്തിലെ ഉദ്യോഗസ്ഥന്മാരുടെ, ശബരിമല സ്പെഷ്യൽ ഓഫീസറുടെ, അങ്ങനെ ഒരുപാട് പേരുടെ പേരുകൾ ഇപ്പോൾ എന്തായാലും പുറത്ത് വന്നിട്ടുണ്ട്. അത് നമുക്ക് വിശദമായി വരും ദിവസങ്ങളിൽ പരിശോധിക്കാം.